വിവേകിന്റെ ഫ്ളാറ്റിൽ ആഘോഷങ്ങൾ നടക്കുമായിരുന്നു. ലക്ഷ്മിയാണ് എല്ലാത്തിനും മുന്നിൽ. കോടതിയിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ അവൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചിരുന്നു. വിവേകിന്റെ ഫ്രണ്ട്സ് ലക്ഷ്മിയുടെ ഫ്രണ്ട്സും ഉണ്ട്. അവിടെ എല്ലാവരോടും അവരുടെ കല്യാണത്തിന്റെ പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. വിവേകിന്റെ കല്യാണം കഴിഞ്ഞതും അവിടെ ആർക്കും അറിയില്ല. എല്ലാവരും ആടിത്തിമിർത്ത് ആഘോഷിക്കുകയാണ്. എന്നാൽ വിവേകിന് മാത്രം അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവനൊരു ഓട്കയുടെ ബോട്ടിൽ പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് പകർത്തി ബാൽക്കണിയിലേക്ക് ചെന്നു നിന്നു. ഗ്ലാസ് ചുണ്ടോട് ചേർത്ത് ഒരു സിപ്പ് എടുത്തുകൊണ്ട് അവൻ ആ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. അവന്റെ മനസ്സിലേക്ക് ഇന്ന് അമ്മൂനെ കണ്ടപ്പോഴുള്ള ഓരോ നിമിഷവും കടന്നു വന്നു. ഇന്ന് അമ്മൂന്റെ കണ്ണുകളെ കണ്ട തീക്ഷ്ണത അത് തന്നെ കൊല്ലാതെ കൊല്ലുന്നു. വയറിലൂടെ രണ്ട് കൈകൾ ചുറ്റിപ്പിടിച്ചപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. വശ്യമായ ചിരിയോടെ ലക്ഷ്മി അവനെ നോക്കി നിൽക്കുന്നു. അവൾ അവനെ ആവേശത്തോടെ പുണർന്നു. അവനും അവളെ ചേർത്ത് പിടിച്ചു. എന്താ ലച്ചു, അവിടെ ആഘോഷമൊക്കെ കഴിഞ്ഞോ? കുറച്ച് സമയം കഴിഞ്ഞതും അവൻ അവളോട് ചോദിച്ചു. ഇല്ല, ഞാൻ നിന്നെ കാണാത്തതുകൊണ്ട് വന്നതാ. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എല്ലാവരും ഇവിടെ ആഘോഷിക്കുമ്പോ നീ ഇവിടെ മാറി നിൽക്കുവാണോ? അവൾ മുഖം ചുളിച്ചുകൊണ്ട് ചോദിക്കുന്നത് കേട്ട് അവൻ വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു ലച്ചു. അമ്മൂനോട് കാര്യം പറഞ്ഞ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. ഒട്ടൊരു നിശബ്ദതയ്ക്ക് ശേഷം അവൻ പറഞ്ഞു. അത് കേട്ടതും ലക്ഷ്മിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവൾ അവന് നേരെ നിന്നുകൊണ്ട് ചോദിച്ചു. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ഇപ്പൊ എന്താ നിനക്ക് അവളോട് വല്ല സോഫ്റ്റ് കോർണറും തോന്നി തുടങ്ങിയോ? പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റത്തിൽ അവനൊന്ന് പകച്ചു. പിന്നെ ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അങ്ങനെയൊന്നും അല്ലടാ, നീ എഴുതാപ്പുറം വായിക്കാതെ. നീ അല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണും ഇല്ലെന്ന് നിനക്കറിയില്ലേ? പിന്നെന്തിനാ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ? എങ്ങനെ? ഒന്നും വേണ്ടിയില്ലായിരുന്നെന്ന്? ഞാനത് വേറൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നമുക്ക് വേണ്ടി അവളുടെ ജീവിതം നശിപ്പിക്കേണ്ടായിരുന്നു. കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഒഴിഞ്ഞു തരുമായിരുന്നില്ലേ? എന്നെന്താ ഉറപ്പ്? അവളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞ് എല്ലാം കുളമാക്കിയേനെ. നിനക്ക് അപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിയും വന്നേനെ. എന്നാലും കുഴപ്പമില്ലായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടല്ലോ, ഉള്ളത് കൊണ്ട് ജീവിക്കാമായിരുന്നു. ഇതിപ്പോ അവൻ കുറ്റബോധത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. ലക്ഷ്മി കുറച്ചുനേരം അവനെ തന്നെ നോക്കി നിന്നു. ശേഷം അവന്റെ അടുത്ത് ചെന്ന് അവന്റെ തോളി ചാരിയിരുന്നു. നീ ഇപ്പൊ അതൊന്നും ആലോചിക്കേണ്ട വിവി. ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു സാഹചര്യം ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ. അവളെ കുറ്റപ്പെടുത്തിയതും ഇറക്കി വിട്ടതൊക്കെ അവളുടെ വീട്ടുകാർ കൂടി ചേർന്നല്ലേ. സോ നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ ആവാതെ വന്ന് പാർട്ടി എൻജോയ് ചെയ്യാൻ നോക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൾ അവനെ കൊണ്ട് പാർട്ടി നടക്കുന്നിടത്തേക്ക് പോയി. പാർട്ടിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സ് അപ്പോഴും കലുഷിതമായിരുന്നു. അവൻ അതൊന്നും എൻജോയ് ചെയ്യാൻ തോന്നിയില്ല. എങ്കിലും മറ്റുള്ളവരെ നിരാശരാക്കേണ്ടെന്ന് കരുതി അവൻ ചിരിയുടെ ആവരണം അണിഞ്ഞു നിന്നു. അവന്റെ ഭാവമാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചു മാറി ലക്ഷ്മിയിൽ നിന്നു. ഇല്ല വിവി, അവളോട് എല്ലാം പറഞ്ഞുകൊണ്ട് അവൾ സ്വയം ഒഴിവായ പിന്നെ നിനക്കും ആ വീട്ടിൽ സ്ഥാനം ഉണ്ടാകില്ല. നിന്റെ വീട്ടിൽ മാത്രമല്ല, നിന്റെ സ്വത്തുക്കളിൽ. അങ്ങനെ സ്വത്തുക്കളൊന്നുമില്ലെങ്കിൽ നിന്നെ പിന്നെ എനിക്കെന്തിനാ? എനിക്ക് നിന്നെയും വേണം, നിന്റെ സ്വത്തുക്കളും വേണം. അതിനു വേണ്ടിയല്ലേ ഞാൻ ഈ കളികൾ മുഴുവൻ കളിച്ച്. എല്ലാം ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ വന്നു. ഇനി എത്രയും പെട്ടെന്ന് കല്യാണം. അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ ചുണ്ടുകളിൽ ഗൂഢമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇന്നാണ് അവർ എല്ലാവരും കൂടി കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്നത്. അതിന്റെ തിരക്കിലാണ് എല്ലാവരും. വല്യമ്മച്ചിക്ക് അമ്മൂനെ കാണണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. ഇനിയും കൊണ്ടു ചെന്നില്ലെങ്കിൽ വല്യമ്മച്ചി ഇങ്ങ് പോരും. അതുകൊണ്ടാണ് തിരക്കുണ്ടായിട്ടും ഒരാഴ്ച ലീവ് എടുത്ത് അവർ കാഞ്ഞിരപ്പള്ളിക്ക് പോകാൻ തീരുമാനിച്ചത്. പോകാനായി റെഡിയാകാൻ വേണ്ടി റൂമിലേക്ക് വന്ന ലീന കാണുന്നത് ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മൂനെയാണ്. നീ ഇതുവരെ റെഡിയായില്ലേ? ദേ അവരൊക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനിയും താമസിച്ചാൽ അലക്സിന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. ഇടഞ്ഞാൽ ആ മനുഷ്യൻ മഹാ ചെറ്റയാ. അമ്മൂന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൾ പറഞ്ഞത് അമ്മ തിരിഞ്ഞു നോക്കി. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അവളുടെ മുഖം കണ്ടപ്പോഴേ ലീന വല്ലാണ്ടായി. എന്നാടാ, എന്നാ പറ്റി? എന്നാത്തിനാ ഇപ്പൊ വിഷമിക്കുന്നേ? പരിഭ്രമത്തോടെയുള്ള ലീനയുടെ ചോദ്യം കേട്ട് അവൾ തെളിച്ചമില്ലാത്തൊരു ചിരി ചിരിച്ചു. ഏട്ടന്റെ വിവാഹം ഉറപ്പിച്ചു. എന്നതാ? ഏട്ടന്റെയും മാളുവിന്റെയും വിവാഹം ഉറപ്പിച്ചു. ഈ മാസം 28. ഇത്ര പെട്ടെന്നോ? ഇനി കൂടിപ്പോയ ഒരാഴ്ചയല്ലേ ഉള്ളൂ. നിന്നോട് ആരാ ഇപ്പൊ പറഞ്ഞേ? മാളു വിളിച്ചിരുന്നു. എൻഗേജ്മെന്റ് ഒന്നുമില്ല, കുടുംബക്ഷേത്രത്തിൽ വെച്ച കല്യാണം. നിനക്ക് പോണോടാ? എന്തിന്? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ടാതെ ഞാൻ തീരുമാനിച്ചതാ. പിന്നെ മാളുവിനെ ഒന്ന് കാണണമെന്നുണ്ട്. സാരില്ല, ഫോണിൽ കൂടി എന്റെ ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. ചെറു ചിരിയോടെ പറയുന്നവളെ കുറച്ചു സമയം നോക്കി നിന്നിട്ട് അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു മുത്തം കൊടുത്ത് ലീന മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ലീന പോയ വഴി ഒന്ന് നോക്കിയിട്ട് അവൾ വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു. അവളുടെ മനസ്സ് ഓർമ്മകളിലേക്ക് പിന്നിട്ടു. ഏട്ടാ. ഏട്ടോ. ഏട്ടായിയേ, എന്തടി കിടന്ന് കേട്ടാ കേട്ടാന്ന് വിളിക്കുന്നേ? അമ്മ ഒന്ന് ഇളിച്ചു കാണിച്ചു. കിണിക്കാതെ കാര്യം പറയടി. അതില്ലേ, ഏട്ട എന്നാ കല്യാണം കഴിക്കുന്നേ? എന്ത്? അത് പിന്നെ ഏട്ട എന്നാ കല്യാണം കഴിക്കുന്നേന്ന്. കല്യാണോ? എന്നെ കെട്ടിക്കാൻ നിനക്കെന്താ ഇത്ര ധൃതി? അതില്ലേ, ഏട്ടന്റെ കല്യാണത്തിന് ഞാനല്ലേ നാത്തു,
അപ്പൊ നാത്തൂനായിട്ട് നിന്ന് അടിച്ചു പൊളിക്കാലോ. അതിനിപ്പോ അടിച്ചു പൊളിക്കാൻ എന്റെ കല്യാണം എന്തിനാ? നിന്റെ കല്യാണം നടത്തിയ പോരെ? നിങ്ങൾ എന്തൊരു മണ്ടനാ മനുഷ്യ. ഡീ സോറി എന്റെ ചേട്ടാ, എന്റെ കല്യാണത്തിന് എനിക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുമോ? ഞാൻ കല്യാണ പെണ്ണല്ലേ. അതിനിപ്പോ എന്താ, കല്യാണ പെണ്ണുകൾ അടിച്ചു പൊളിക്കാൻ പാടില്ല. ഓ, ഇങ്ങേരെ മണ്ടനെന്നല്ല, വേറെ എന്തോ ആണ് വിളിക്കേണ്ടത്. അവനെ നോക്കി അവൾ പല്ല് കടിച്ചുകൊണ്ട് പെറുപിറുത്തു. എന്താടി കിടന്ന് പെറുപിറുക്കുന്നത്? അവളുടെ പെറുപിറുക്കൽ കേട്ട് അവൻ ചോദിച്ചു. അതായത് ഉത്തമ്മാ, എന്റെ കല്യാണത്തിന് ഞാൻ എങ്ങനെ അടിച്ചു പൊളിക്കാനാ? ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ആർക്കെങ്കിലും അടിച്ചു പൊളിക്കാൻ പറ്റുമോ? ഓ അങ്ങനെ. അതെ, എന്നാ എന്റെ കൊച്ച് അതിനെ കാത്തിരിക്കണ്ട. നിന്നെ കെട്ടിച്ചിട്ടേ ഞാൻ കെട്ടുന്നുള്ളൂ. അയ്യോ ഏട്ടാ, അങ്ങനെ പറയില്ലേ. ഏട്ടന്റെ കല്യാണത്തിന് അടിച്ചു പൊളിച്ച് കുറച്ച് നാത്തും പോരൊക്കെ എടുത്തിട്ട് ശേഷമേ ഞാൻ കെട്ടു. ഓ, അപ്പൊ പൊന്നുമോൾ അതിനായിട്ട് ഒരുങ്ങിയിരിക്കുവാണല്ലേ? അതിനും അമ്മ ഒന്ന് ഇളിച്ചു കാണിച്ചു. എന്നാ എന്റെ കൊച്ച് അധികം ഒരുങ്ങണ്ട. നിന്നെ കെട്ടിച്ച് നിനക്ക് 4 പിള്ളേരുമായിട്ട് ഞാൻ കെട്ടുന്നുള്ളൂ. അമ്മ അന്തം വിട്ട് അവനെ നോക്കിയിരുന്നു. എന്തേ, അങ്ങനെ പോരെ? പോവേട്ടാ, ഞാൻ മിണ്ടൂല. അപ്പോഴെന്റെ കുഞ്ഞമ്മ പിണങ്ങാതെ. അമ്മ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. പെങ്ങന്മാരുടെ കല്യാണം നല്ല രീതിയിൽ നടത്തുക എന്നത് എല്ലാ ആങ്ങളമാരുടെയും കടമയല്ലേ മോളെ? എന്റെ കൊച്ചിനെ നല്ലൊരുത്തന്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് ഏട്ട ഒരാളുടെ കൈ പിടിക്കും. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് കല്യാണമൊന്നും വേണ്ട. എന്നും അപ്പോട്ടെന്റെ കുഞ്ഞമ്മുവായി അച്ഛന്റെ അമ്മയുടെയും പൊന്നുമോളെ ഇവിടെ കഴിഞ്ഞാ മതി. അവൾ കുറച്ച് വിഷമത്തോടെ പറയുന്നത് കേട്ട് അവൻ അവളുടെ നെറുകെ തലോടിക്കൊണ്ട് പറഞ്ഞു. ഏട്ടന്റെ കുഞ്ഞി, അതൊന്നും ഓർത്തിപ്പോ വിഷമിക്കണ്ട. അതാത് സമയത്ത് എല്ലാം നടക്കും. ഇപ്പൊ എന്റെ കൊച്ചു നന്നായി പഠിക്കാൻ നോക്ക്. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ നോക്കുന്നുള്ളൂ. അതുപോരെ? അത് കേട്ടതും അമ്മു അവനെ കെട്ടിപ്പിടിച്ച് കവളി ചുണ്ടുകൾ ചേർത്തു. പുറത്തു നിന്ന് ഇതൊക്കെ കേട്ട അച്ഛന്റെ അമ്മയുടെ മിഴികളിൽ ആനന്ദത്താൽ നിറഞ്ഞിരുന്നു. അച്ഛൻ സന്തോഷത്തോടെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. വാഷ്റൂമിലെ ഡോർ തുറക്കുന്ന സൗണ്ടാണ് അമ്മുവിനെ ഓർമ്മകളിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. നീ ഇതുവരെ റെഡിയായില്ലേ അമ്മു? ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ വന്ന് റെഡിയാകാൻ നോക്ക് പെണ്ണെ. ഹെയർ ഡ്രയർ എടുത്ത് മുടി ഉണക്കുന്നതിനിടെ ലീന അവളോട് പറഞ്ഞു. നിറഞ്ഞു വന്ന കണ്ണുകൾ ഒപ്പിക്കൊണ്ട് അമ്മു ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. രണ്ടുപേരും റെഡിയായി വന്നപ്പോഴേക്കും അലക്സും എബി റെഡിയായി സെറ്റിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മുവിനെയും ലീനയും കണ്ട് അവരൊന്ന് രൂക്ഷമായി നോക്കി. അതിന് ലീന ഒന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു. നിനക്കൊക്കെ എത്ര നേരം വേണോടി ഒരുങ്ങാൻ? മനുഷ്യ ഇവിടെ റെഡിയായി ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. അലക്സ് ദേഷ്യത്തോടെ പറഞ്ഞത് അമ്മു ഒന്ന് ഭയന്ന് ലീനയുടെ കയ്യിൽ പിടിച്ചു. എന്നാൽ ലീന ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ നിൽക്കുമായിരുന്നു. പുള്ളിക്കാരിക്ക് ഇതൊക്കെ ശീലമുള്ളതാണേ. ദയിച്ചായ, ഞങ്ങളോട് കിടന്ന് ചാടുന്ന പോലെ ഇവളോട് വേണ്ടാട്ടോ. ഇച്ചാന്റെ സൗണ്ട് കേട്ട് പാവം പേടിച്ചെന്റെ കൈ മുറുകെ പിടിച്ചു വെച്ചിരിക്കുക. ലീന പറഞ്ഞത് കേട്ടത് അവൻ അമ്മുവിന്റെ മുഖത്തേക്ക് നോക്കി. പേടിച്ചരണ്ട് അവളുടെ കണ്ണുകൾ കണ്ടതും അവനൊന്നും പറയാതെ കാറിന്റെ കീമെടുത്ത് താഴേക്ക് ഇറങ്ങിപ്പോയി. അതിന് പിന്നാലെ തന്നെ അവരോട് പെട്ടെന്ന് വരാൻ പറഞ്ഞ് ബാഗും എടുത്ത് എബിയും ഇറങ്ങി. പോകാനായി ഹാൻഡ് ബാഗൊക്കെ എടുത്ത് തോളിലിട്ട് തിരിഞ്ഞപ്പോഴാണ് വിഷമിച്ച് നിൽക്കുന്ന അമ്മുവിനെ ലീന കാണുന്നത്. എന്നെ പറ്റിയടാ? വിഷമിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും ലീന ചോദിച്ചു. അത് ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി ലീന, അതാ കണ്ണ് നിറഞ്ഞ്. അല്ലാതെ ഇച്ചായം വഴക്ക് പറഞ്ഞുകൊണ്ടല്ല. ഇച്ചായ അതുകൊണ്ടാണോ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയത്? എന്റെ അമ്മൂട്ടി, എവിടെയെങ്കിലും പോകാനായി ഇറങ്ങുമ്പോൾ ലേറ്റായുള്ള ഇച്ചായന്റെ സ്ഥായി ഭാവമാ അത്. എനിക്ക് പിന്നെ കേട്ട് കേട്ട് ശീലമായതുകൊണ്ട് ഞാൻ അങ്ങ് പുച്ഛിച്ചു തള്ളും. നിനക്ക് ആദ്യമായിട്ടായതുകൊണ്ടാ വിഷമമായത്. സാരമില്ല, ശീലായിക്കോളും. അവളൊന്ന് അർത്ഥം വെച്ച് പറഞ്ഞത് അമ്മ അവളെ സംശയത്തോടെ നോക്കി. പെട്ടെന്ന് വാ, ഇനി ഇവിടെ തത്തിക്കളിച്ചുകൊണ്ട് നിന്ന ആ രാവണയെ കയറി വരും. കാണാൻ ഗ്ലാമറൊക്കെ ഉണ്ടെങ്കിൽ ചില നേരത്ത് അങ്ങനെ തനി കാട്ടുപോത്താ. അലക്സിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ലീന അമ്മൂനെ നോക്കിയതും അവൾ ലീനയുടെ പിന്നിലേക്ക് നോക്കി സ്തബ്ധയായി നിൽക്കുന്നതാണ് കണ്ടത്. ഒരു സംശയത്തോടെ അവൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും കൈകൾ മാറിൽ കെട്ടി വാതിൽപ്പടിയെ ചാരി നിന്നുകൊണ്ട് അവരെ നോക്കുന്ന അലക്സിനെയാണ് കണ്ടത്. ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു പോയി. അവൾ അവനെ നോക്കി ഒരു അവിഞ്ഞ ചിരി ചിരിച്ചു. ഇച്ചായനെപ്പോ വന്നു? അവന്റെ ഭാഗത്തു നിന്നും യാതൊരു റിയാക്ഷനും കാണാതെ വന്നപ്പോൾ അവൾ അവനോട് ചോദിച്ചു. ഞാൻ വന്നിട്ട് 10-28 കൊല്ലമായി. ആണല്ലേ? അവന്റെ മറുപടി കേട്ട് അവൾ ഒന്നുകൂടി ഇളിച്ചു കാണിച്ചു. അല്ല ലീനു, ഞാൻ വന്നപ്പോ നീ ആരെയാ കാട്ടുപോതെന്ന് വിളിക്കുന്നത് കേട്ടല്ലോ. അകത്തേക്ക് കയറി ടേബിളിലിരുന്ന ഫോൺ എടുത്ത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അലക്സ് ചോദിച്ചത് ലീന പെട്ടു എന്ന അർത്ഥത്തിൽ അമ്മുവിനെ നോക്കി. അതില്ലേ ചായ, അമ്മു എന്നോട് ചോദിക്കുമായിരുന്നേ, കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഇഷ്ടം പോലെ കാട്ടുപോത്തുണ്ടോ അല്ലേ അമ്മു? അതും പറഞ്ഞ് അവൾ അമ്മുവിനെ നോക്കിയതും എപ്പോ എന്ന അർത്ഥത്തിൽ അമ്മു അവളെ തന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. ലീന അവളെ നോക്കി കണ്ണു കാണിച്ചതും അവൾ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. എന്നാൽ അലക്സിന്റെ രൂക്ഷമായ നോട്ടത്തിൽ അവൾ അല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. അപ്പോ രാവണൻ എന്ന് പറഞ്ഞതോ? അതുകൂടി കേട്ടതും അവനെല്ലാം കേട്ടു എന്ന് അവൾക്ക് മനസ്സിലായി. ഇനി ഇവിടെ നിൽക്കുന്നത് തന്റെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലായതും അവൾ ഒരു വളിച്ച ചിരി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി. അവളുടെ ഓട്ടം കണ്ടു അമ്മു അറിയാതെ ചിരിച്ചുപോയി. അമ്മുവിന്റെ പൊട്ടിച്ചിരി കേട്ടാണ് അലക്സ് തിരിഞ്ഞു നോക്കിയത്. നാളുകൾക്ക് ശേഷമുള്ള അവളുടെ മനസ്സ് നിറഞ്ഞ ചിരി കണ്ടതും അവന്റെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു. ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന അലക്സിനെ അവൾ കണ്ടത്.
അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ആ കരിനീല കണ്ണുകളുടെ അഗാധതയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായി അവൾക്ക് തോന്നി. അതിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. കുറച്ചു സമയം അവനെ നോക്കി നിന്നപ്പോഴാണ് താൻ എന്താണ് ചെയ്യുന്നതെന്ന ബോധം അവൾക്കുണ്ടായത്. ഇത്രയും നേരം അവനെ നോക്കി നിൽക്കുമായിരുന്നു എന്നോർത്തപ്പോൾ അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ ജാള്യത തോന്നി. അവൾ ഒന്നും മിണ്ടാതെ ഹാൻഡ് ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ പോയതിന് പിന്നാലെ ഒരു ചെറു ചിരിയാലെ അവനും ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങി. എബിച്ചായ, പാർക്കിങ്ങിൽ നിന്നും ഫോണിൽ സംസാരിക്കുകയായിരുന്ന എബി ലീനയുടെ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. അവൻ നോക്കുമ്പോൾ അവൾ ചൂണ്ടുവിരൽ താടിക്ക് കൊടുത്ത് ആകാശത്തേക്ക് നോക്കി എന്തോ അഗാധമായ ചിന്തയിലായിരുന്നു. ഐ വിൽ കോൾ യു ലേറ്റർ. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്ത് അവളുടെ അടുത്തേക്ക് നടന്നു. എന്നതാടി, എന്നാത്തിനാ കിടന്ന് വിളിച്ചു പോകുന്നേ? അല്ലിച്ചായ, ഇന്ന് വല്ലത് നടക്കൂ? എന്ത് നടക്കൂന്ന്? അല്ല, ഞാൻ രണ്ടിനെയും കൂടി ഫ്ലാറ്റിലാക്കിയിട്ടാ വന്നേ. ഇച്ചായൻ ഇന്ന് തന്നെ പ്രണയം പറഞ്ഞ് ഇന്ന് തന്നെ അവര് സെറ്റായിരുന്നെങ്കിൽ നാട്ടിൽ ചെന്ന് അവരുടെ കെട്ടുകല്യാണവും നടത്തി ഹണിമൂണും കഴിഞ്ഞിട്ട് വന്നാ മതിയല്ലോ. അവളുടെ മറുപടി കേട്ടത് എബി വായും തുറന്ന് നിന്നുപോയി. ഹണിമൂൺ മാത്രമാക്കണ്ട, കൊച്ചിന്റെ മാമാദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി. അത് നല്ലൊരു ഐഡിയ ആണ്. ഓ, ഏത് നേരത്താണാവോ? വെളുപ്പിന് 4:25. എന്ത്, എന്നെ പ്രസവിച്ചത്? ഇവളെ എടി മരയോന്തേ. അമ്മൂന്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ? അത്രയും അനുഭവിച്ചിട്ട് പെട്ടെന്ന് അടുത്ത കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ നടക്കൂ? അവളുടെ മനസ്സൊന്ന് പാകപ്പെടണ്ടേ? ഇപ്പൊ അലക്സ് അവളോട് പ്രണയം പറഞ്ഞ ആ നിമിഷം അവൾ അത് റിജക്ട് ചെയ്യും. പിന്നെ നമ്മുടെ കൂടെ നിൽക്കാനും വരില്ല. അത് വേണോ? അയ്യോ വേണ്ട, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. നീ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മാത്രം ഉള്ളപ്പോ നൈസിന് അലക്സിനെ കുറിച്ച് ചോദിച്ചു നോക്ക്. അവളുടെ മനസ്സിൽ അവന്റെ സ്ഥാനം എന്താണെന്ന് അറിയാലോ. ചെറിയൊരു സ്പാർക്കെങ്കിലും വീണ് കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. അക്കാര്യം ഞാൻ ഏറ്റു. ഏക്കുന്നതൊക്കെ കൊള്ളമാക്കരുത്. അതിനവളൊന്ന് പുച്ഛിച്ചു. പിന്നെ ഇച്ചായ, നമ്മുടെ കല്യാണം എപ്പോഴാ? നമ്മുടെ കല്യാണോ? അതിനാദ്യം നീ ഒന്ന് വളർന്ന് വലുതാകും, എന്നിട്ട് കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. ഇനിയും വളരാനോ? എനിക്ക് 22 വയസ്സായി ഇച്ചായ. വയസ്സ് മാത്രം കൂടിയ പോരല്ലോ, ബുദ്ധി കൂടി വളരണ്ടേ? അതിനവൾ അവനെ നോക്കി ചിറി കൂട്ടിക്കൊണ്ട് തിരിഞ്ഞു നിന്നു. അവളുടെ കട്ടായം കണ്ട് അവനും ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ അവളെ നോക്കി എന്തോ പറയാൻ വന്നപ്പോഴാണ് അമ്മു അലക്സും കൂടെ പാർക്കിങ്ങിലേക്ക് വരുന്നത് കണ്ടത്. അവർ വന്നത് 4 പേരും കൂടി വണ്ടിയിൽ കയറി. അലക്സ് ആയിരുന്നു ഡ്രൈവിംഗ് സീറ്റ്. കോ ഡ്രൈവിംഗ് സീറ്റ് എബിയും കയറി. പിന്നിലായി അമ്മു ലീനയും. അവർ കയറിയതും അലക്സ് വണ്ടി മുന്നോട്ടെടുത്തു. പുറത്തെ കാഴ്ചകളെ കണ്ണു നട്ട് അമ്മുവും കയറിയ ഉടനെ അമ്മുവിന്റെ മടിയിലേക്ക് ചാഞ്ഞുറക്കം പിടിച്ചുകൊണ്ട് ലീനെ, മിററിലൂടെ ഇടയ്ക്കിടെ അമ്മുവിനെ നോക്കിക്കൊണ്ട് അലക്സും അതിനെ നോക്കി ആക്കി ചിരിച്ചുകൊണ്ട് എബി ആ യാത്ര ആസ്വദിച്ചു. കട്ടിലിൽ മലർന്നു കിടന്ന ഫോണിൽ ലക്ഷ്മിയോട് സംസാരിക്കുകയായിരുന്നു വിവേക്. ആരോ വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ട് അവൻ ഫോൺ മാറ്റിവെച്ച് കണ്ണടച്ചു കിടന്നു. മോനെ. ദേവിയമ്മയുടെ വിളി കേട്ടാണ് അവൻ കണ്ണുകൾ തുറന്നത്. മുന്നിൽ അമ്മയും അച്ഛനും വിമലും നിൽക്കുന്നു. അവൻ സങ്കടഭാവത്തോടെ എഴുന്നേറ്റിരുന്നു. മോനെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയും നീ അതൊക്കെ ആലോചിച്ച് മനസ്സ് ഉഷപ്പിച്ചിട്ട് എന്താ കാര്യം? അതിനവൻ മറുപടിയൊന്നും പറയാതെ തല കുനിച്ചിരുന്നു. ശരിയേട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയായിട്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. അത് കേട്ടത് വിവേകിന്റെ കണ്ണുകൾ തിളങ്ങി. എത്രയും പെട്ടെന്ന് ലക്ഷ്മിയുടെ കാര്യം വീട്ടിൽ പറയണമെന്ന് അവൻ തീരുമാനിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തെ മോനെ? ഞാൻ ആ ബ്രോക്കർ ശിവദാസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വേണ്ടച്ച, കുറച്ച് നാളുകൂടി കഴിയട്ടെ. കുറച്ച് നാളെന്ന് പറഞ്ഞ ഇനി എപ്പോഴാ? നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളാണോ? നിന്നെ ചതിച്ച് വേറൊരുത്തന്റെ കൂടെ പോയാ അവളെ ഓർത്തിരിക്കുവാണോ നീ? ദേവിയമ്മ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ലമ്മേ. നീ ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം. അതും പറഞ്ഞ് ദേവിയമ്മ അവിടെ നിന്ന് പോയി. അവന്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചന്ദ്രച്ചന് പോയി. കഴിഞ്ഞതൊക്കെ മറന്നു കളയട്ടാ, എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങി അവിടെ മുന്നിൽ ജയിച്ച് കാണിച്ചു കൊടുക്കും. അല്ലാതെ അവരെ ഓർത്തിങ്ങനെ ജീവിതം കളയുകയല്ല വേണ്ടത്. അതിന് വിവേകിന്റെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും ഇല്ലാതായപ്പോൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വിമലും പോയി. അവൻ പോയതും കുനിഞ്ഞിരുന്ന വിവേക് തല ഉയർത്തി നോക്കി. അവന്റെ മുഖത്ത് പുച്ഛം കലർന്ന ചിരിയുണ്ടായിരുന്നു. ഇല്ല വിമലെ, അവളെ കുറിച്ചെന്നല്ല, എന്റെ ലച്ചുവിനെ കുറിച്ചല്ലാതെ വേറെ ഒരുത്തിയെ കുറിച്ചും ഞാൻ ആലോചിക്കാറില്ല. അമ്മോനെ ഓർത്ത് ചെറിയ വിഷമമുണ്ട്. എന്നാൽ അതിനേക്കാൾ മുകളിൽ എന്റെ ലച്ചുവിനാണ് സ്ഥാനം. ഇനി എത്രയും പെട്ടെന്ന് ലച്ചുവിന്റെ കാര്യം അവതരിപ്പിക്കണം. അതും മനസ്സിലോർത്തുകൊണ്ട് അവൻ ഫോൺ കയ്യിലെടുത്തു. മാറി മാറി ഡ്രൈവ് ചെയ്തും റെസ്റ്റോറന്റും ഫുഡ് കഴിച്ചു അവർ വൈകുന്നേരത്തോടു കൂടി അവർ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിച്ചേർന്നു. മാളിയേക്കൽ തറവാടിന്റെ മുറ്റത്തേക്ക് അലക്സ് വണ്ടി കൊണ്ട് നിർത്തി. ഡോർ തുറന്നിറങ്ങിയ അമ്മു ആ വീടിന്റെ വലിപ്പവും പ്രൗഢിയും കണ്ട് അന്തം വിട്ടു നിന്നു. നീ എന്താ അമ്മു ഇങ്ങനെ വായം പൊളിച്ചു നിൽക്കുന്നേ? ഒന്നുമില്ലടാ, ഞാൻ നിന്റെ വീട് നോക്കുമായിരുന്നു. നോക്കിയിട്ട് എങ്ങനെയുണ്ട് അമ്മൂട്ടി? കൊള്ളാവോ? പിന്നെ സൂപ്പർ അല്ലേ? വീടല്ലല്ലോ, ഇത് കൊട്ടാരമല്ലേ? അപ്പൊ അമ്മൂട്ടിക്ക് ഒത്തിരി ഇഷ്ടമായോ? അതിനവളൊന്ന് ചിരിച്ചു. ആഹാ, അപ്പൊ ഒത്തിരി ഇഷ്ടമായെങ്കിൽ ഇനി അമ്മൂട്ടി ഇവിടെ നിന്ന് പോണ്ട, അല്ലേടി ലീനമ്മേ? ശരിയാ, ദേ എന്റെ അലക്സ് ചായനെ കെട്ടി ഇവിടെ തന്നെ കുടിക്കും, അല്ലേ ചായ? അത് കേട്ട അലക്സും അമ്മു എബിയും വരെ ഞെട്ടിപ്പോയി. എബി അവളെ തുറച്ചു നോക്കി പേടിപ്പിച്ചു. അത് കണ്ടത് അവളൊരു വളിച്ച ചിരിച്ചു.
അമ്മു അലക്സിനെ ഒന്ന് നോക്കി. അവനും അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവൾക്കെന്തോ അവന്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ജാള്യത തോന്നി. അവൾ തല കുനിച്ചു നിന്നു. അവളുടെ വെപ്രാളവും പരവേശവും എല്ലാം ഒരു ചെറുചിരിയാലെ അലക്സ് നോക്കി നിന്നു. അപ്പോഴേക്കും ശബ്ദം കേട്ട് അകത്തു നിന്ന് എല്ലാവരും ഇറങ്ങി വന്നു. എവിടെ എന്റെ കുട്ടി, എവിടെ? പുറത്തേക്ക് വന്ന ഉടനെ വല്യമ്മച്ചി ചോദിച്ചു. ദേ, വല്യമ്മച്ചിയുടെ കുട്ടി ഇവിടെയുണ്ട് കേട്ടോ, ലീന അമ്മൂനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വല്യമ്മച്ചി അവളുടെ അടുത്ത് വന്ന് അവളുടെ തലയിൽ തലോടി നെറുകയിൽ ഉമ്മ വെച്ചു. എന്റെ കുഞ്ഞിനെ എത്ര നാളായിട്ട് ഈ വല്യമ്മച്ചി കാത്തിരിക്കുകയാണെന്ന് അറിയോ? ഇനി എന്റെ മോളെ ഞാൻ എങ്ങോട്ടും വിടില്ല. അവരുടെ സ്നേഹപ്രകടനത്തെ ആദ്യം ഒന്ന് പകച്ചെങ്കിലും ഒരു ചെറു ചിരിയോടെ അവളെ അവരെ കെട്ടിപ്പിടിച്ചു. വല്യമ്മച്ചിക്ക് സുഖാണോ? അവൾ അവരോടായി ചോദിച്ചു. ആ മോളെ, എന്റെ കൊച്ചിങ്ങി വന്നില്ലേ, ഇനി വല്യമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല. ആ, നീ അവരെ ഇങ്ങനെ വാതിക്ക തന്നെ നിർത്താതെ അകത്തേക്ക് കയറ്റി മേരിക്കൊച്ചേ. അയ്യോ, ഞാൻ മറന്നു. വാ മോളെ, നമുക്ക് അകത്തിരിക്കാം. യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുവല്ലേ. അതും പറഞ്ഞ് വല്യമ്മച്ചി അമ്മൂന്റെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. കണ്ടോ ഇച്ചായ, അമ്മൂനെ കിട്ടിയപ്പോ നമ്മളെ ഒന്നും ആർക്കും വേണ്ട. നമ്മളെ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുക അല്ലേ അമ്മച്ചി? ലീന ഒരു കണ്ണിറുക്കി പറയുന്ന കേട്ട് ബാക്കി എല്ലാവരും ചിരിയോടെ നിന്നു. ആണോടി മക്കളെ, എന്നാലേ എന്റെ കൊച്ചു ആദ്യം പോയി അടിച്ചു നനച്ച് കുളിക്ക്, അപ്പൊ ക്ഷീണം മാറിക്കോളും. അതും പറഞ്ഞ് അമ്മൂന്റെ കൈയും പിടിച്ച് അവർ അകത്തേക്ക് പോയി. വല്യമ്മച്ചിയുടെ ഡയലോഗ് കേട്ട് ഒരു വളിച്ച ചിരിയോടെ ലീന അകത്തേക്ക് ഓടി. അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു.